ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പ്രപഞ്ചശക്തി വിഷുദിനത്തിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ പ്രപഞ്ചശക്തി എന്ത് അനുഗ്രഹമാണ് നൽകുന്നത്? ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഈ ഒരു സമയം ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്, ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പ്രപഞ്ചം നിങ്ങൾക്ക് ജസ്റ്റിസ്, നീതി തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനീതി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി ജസ്റ്റിസ് ഒരുക്കുന്നു. താങ്ക് യു പറഞ്ഞോളൂ, ദൈവത്തിനോട് നന്ദി പറഞ്ഞോളൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന റിലേഷൻഷിപ്പിലെ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. പേജ് ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ഓഫർ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെ ചതിച്ചു പോയ ഒരു വ്യക്തിയാണ് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളെ പിറകിൽ കുത്തിയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായി കാണുന്നു. ഒരു പക്ഷേ അത് നിങ്ങളോടൊരു മാപ്പ് പറച്ചിലിനായിരിക്കും. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും ഒരു മാപ്പ് അപേക്ഷ ഉണ്ടാകുന്നതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് മാപ്പ് അവർ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് മിണ്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയെങ്കിലും അവർ വരുന്നു. അത് അവരുടെ ഉള്ളിലെ റിഗ്രറ്റ്, അവർ ദ്രോഹിച്ചു എന്നുള്ളതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അവർ ഒന്ന് മിണ്ടെങ്കിലും ചെയ്താൽ മതി എന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഭാരങ്ങൾ ചുമന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പോലും അറിയാതെ ഒരുപാട് ഭാരങ്ങളോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഈ ഒരു സമയത്ത് ഫുൾ മൂൺ എനർജിയിൽ നിങ്ങൾ നല്ല വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ട്, ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവർ വിട്ടുപോയതിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ച്, നിരാശ അനുഭവിച്ച്, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എല്ലാവർക്കുമല്ല, ചില വ്യക്തികളിലെങ്കിലും കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ളതായി കാണുന്നു. സിംഗിൾ മദറായിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഫാദറായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന ഒരു ഫാദറോ മദറോ. ഓക്കെ, 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരികെ നൽകുവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്നും ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറുന്നതായി കാണുന്നു. ഇവിടെ കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി ദ വേൾഡ് വന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു. അതാണ് നിങ്ങൾക്ക് വിഷുദിനത്തിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ദൈവികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലാതെ മാറ്റി നിർത്തിയിരുന്ന ചില തേർഡ് പാർട്ടികൾ കാരണം 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ ഒരു ക്യൂൻ ഓഫ് വാണ്ടും വന്നിരിക്കുന്നു. ചില തേർഡ് പാർട്ടികൾ തടഞ്ഞു വെച്ചിരുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതാക്കിയിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസാണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും 100ൽ 110% നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങൾ നിരപരാധിയാണെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസം അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് കോയിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള വ്യക്തികളെന്ന് അവർ മനസ്സിലാക്കുന്നു.
ഒരുപാട് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓടിപ്പോയ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവരറിയുന്നതും ആ വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ശ്രമിക്കുന്നതും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ അവരെ കൊണ്ട് പ്രപഞ്ചം അവരെ കൊണ്ട് കുറ്റബോധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ വന്നിരുന്ന അതേ വഴിയിൽ കൂടി പ്രപഞ്ചം കാലചക്രം ഇപ്പോൾ അവർക്കെതിരായിട്ട് കറങ്ങുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ നിന്നിരുന്ന അതേ സ്ഥാനത്ത് അവർ നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് കപ്പിൻ്റെ എനർജി, ഏസ് ഓഫ് വാണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സന്തോഷത്തോടു കൂടി ഒരു ഫാമിലി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അതല്ല അത്രത്തോളം പ്രയോറിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ചവരായിരിക്കത്തില്ല എങ്കിൽ പോലും കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവരിൽ നിന്നും കുഞ്ഞിനെ സ്വീകരിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് വീണ്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, നിങ്ങളോട് നീതി കാണിക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. വീണ്ടും ജഡ്ജിമെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അവർ ചില കർമ്മകളിലേക്ക് പെട്ടുപോകുന്നു എന്നുള്ളതാണ്. അവർ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു. ഇപ്പോൾ അവർ ബിസിനസ് നടത്തിയിരുന്നാൽ അത് അവർക്ക് നശിച്ചു പോകുന്നു. മറ്റൊരു റിലേഷനിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് അവർക്ക് ചീറ്റിങ് വരുന്നു. അവർ കൈ തൊടുന്നതെല്ലാം അവർക്ക് നാശമായി തീരുന്നു, അവർക്ക് എതിരായി തീരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നു നിങ്ങളോട് ചെയ്ത കർമ്മഫലമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരുപാട് ഭാരങ്ങൾ ഇപ്പോൾ അവർ ചുമക്കുന്നുണ്ട്. 7 ഓഫ് വാണ്ടാണ്. അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ചതിച്ചത് കാരണം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതിന് കാരണവും. അവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അതെന്താണ് ഏതാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവരിന്ന് ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അവർക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അവർക്ക് ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളാണ്. പല വ്യക്തികളും അവരോട് വഴക്കിടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പോയി വഴക്കിടുന്ന ഒരു സിറ്റുവേഷൻ. സമാധാനം എന്തെന്ന് അവർ ഇപ്പോൾ അറിയുന്നില്ല. അവരുടെ മനസ്സമാധാനം പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഫൂളായി മാറിയിരിക്കുകയാണ്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. അവർ പല സ്ഥലങ്ങളിലും നിങ്ങളെ അവർ ഫൂളാക്കി അവരുടെ ലൈഫിൽ നിന്നും പുറത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫൂളായി മാറിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമ്പത്തികമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ടെമ്പറൻസിനെയാണ് കാണിക്കുന്നത്. ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ തേർഡ് പാർട്ടി കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യണമെങ്കിലും എങ്ങോട്ട് തിരിയണമെങ്കിലും ആരോട് എന്ത് കൊടുക്കണമെങ്കിലും വാങ്ങണമെങ്കിലും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിൽ നിന്ന് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നു. നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നു. നിങ്ങളോട് ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടും ഈഗോ കാണിച്ചിട്ടും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുമൊക്കെ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത് സ്നേഹം മാത്രമായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് തോന്നുന്നത്. ഓക്കെ, ഇത് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ നിങ്ങളോടുള്ള അട്രാക്ഷൻ അവർക്ക് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെക്കുറിച്ച് അവർ അഫർമേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ്, നിങ്ങളുടെ ഭാഗത്ത് ജസ്റ്റിസ്. നമ്മൾ ആദ്യത്തെ കാർഡ് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ,
1 2 3. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് അതിൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? ഫസ്റ്റ് മെസ്സേജ്, ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. ഒരിക്കലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലായിരിക്കും, പക്ഷേ ഒരിക്കലും നിങ്ങളെ അവർക്ക് വിട്ടുകളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ അവരെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ നിങ്ങൾ മതിയാക്കണം, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ചിലപ്പം നിങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ അതും ഇതുമൊക്കെ പറയുന്നത് കാരണമായിരിക്കാം, അവരെ തെറ്റിദ്ധരിക്കുന്നത് കാരണമായിരിക്കാം അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളിപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും അങ്ങോട്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും അവരും നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ, അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ അവരാഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവം ഒന്ന് മാറ്റുക. അവർ നിങ്ങൾക്കുള്ളതാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഈ ലോകത്തുള്ളവരെല്ലാം അസൂയയോടുകൂടിയാണ് നിങ്ങളെ നോക്കിയിരുന്നത്. കാരണം അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തികളായിരുന്നു നിങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അന്ന് ആദ്യ സമയങ്ങളിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ശക്തരായിരുന്നു, നിങ്ങളുടെ സ്നേഹം എല്ലാവരും കൊതിയോടുകൂടിയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇനി ഒന്നും കൂടി ഒരു റീയൂണിയൻ ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ പവർ, നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പവർ എന്താണെന്ന് ഈ ലോകത്തെ കാണിക്കാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ചില ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പുതുതായിട്ട് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്താണ് എന്നുള്ള ക്ലാരിറ്റി അവർ കൊണ്ടുവരുന്നുണ്ട്. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇനി ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരു സംസാരം വരാൻ പോകുകയാണ്. ഉടൻ തന്നെ നിങ്ങളൊരു റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും. ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ചില കാര്യങ്ങളെ തകർക്കും, ചില കാര്യങ്ങൾ പണിയും. ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് പൂർണ്ണമായും കട്ട് ചെയ്യപ്പെടും, ആവശ്യമുള്ളതാണെങ്കിൽ അത് വീണ്ടും വളരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ചില നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവരെ വേണമെന്ന് തോന്നും, അവർക്കും അതുപോലെയുള്ള ഫീലിങ്സാണ്, വേണമെന്ന് തോന്നും, ഇടയ്ക്ക് വെച്ച് വേണ്ടാന്ന് തോന്നും. അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പോകുന്നു, നിങ്ങൾ തങ്ങളെ ഒരുമിച്ച് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് ചില സമയത്ത് നിങ്ങളെ വേണമെന്ന് തോന്നും, ചില സമയത്ത് നിങ്ങളെ വേണ്ടെന്ന് തോന്നും. അതേ ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്കും ഉള്ളത്. ചില സമയത്ത് ഇതെല്ലാം അവസാനിപ്പിക്കാം എന്ന് തോന്നും, പിന്നെ വിചാരിക്കും അവരില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയാണ്. അപ്പം അതെന്തായാലും രണ്ടുപേരും പരസ്പരം പറഞ്ഞ് തീർക്കുന്നു എന്നുള്ളതാണ്, ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് മനസ്സോടുകൂടി ജഗ്ല് ചെയ്യുകയാണ്, വേണോ റിലേഷൻഷിപ്പ് വേണ്ടയോ. ഇപ്പോൾ പെട്ടെന്ന് അവരെ ഒന്ന് ഇത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിചാരിക്കും ഓക്കെ വേണ്ട, ഇത് ശരിയാവില്ല, മുമ്പോട്ട് പോയാൽ പിന്നും നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരു മൈൻഡിലൂടെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു കാർഡ്സിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ
റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ.